അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ദർസുൽ ഖുർആനിന്റെ 206-ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 67-ാമത്തെ അധ്യായം സൂറത്തുൽ മുൽക്കിലെ 22 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസുകളിൽ നമ്മൾ വിശദീകരിച്ചത്. ഇന്ന് പ്രസ്തുത അധ്യായത്തിലെ 23 മുതൽ 27 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ആയത്തുകളിൽ എല്ലാ മനുഷ്യർക്കും പലവിധ പാഠങ്ങളുണ്ട് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഖുർആനിന്റെ അനുയായികൾക്ക് അവരുടെ വിശ്വാസത്തെ ദൃഢീകരിക്കാൻ ഉതകുന്ന അനവധി ദൈവിക ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ആ ദൃഷ്ടാന്തങ്ങൾ എത്ര ആഴത്തിൽ നമ്മൾ പഠിക്കുന്നുവോ അത്രയും നമ്മുടെ വിശ്വാസത്തെ ദൃഢീകരിക്കാൻ നമുക്ക് സാധിക്കും. ഇന്നും അള്ളാഹു മനുഷ്യരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് അവരുടെ ശരീരത്തിൽ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്ന, അവൻ നിത്യേന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യർ ചിന്തിക്കുകയാണെങ്കിൽ അവനെ സൃഷ്ടിച്ചുണ്ടാക്കുകയും അവന് ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്ത അള്ളാഹുവിനെ വിസ്മരിക്കാനോ അവനോട് നന്ദികേട് കാണിക്കാനോ അവനുള്ള ആരാധനയിൽ മറ്റാരെങ്കിലും പങ്കു ചേർക്കാനോ മനുഷ്യർക്ക് സാധിക്കുകയില്ല. കാരണം അവന് മാത്രം ചെയ്യാൻ കഴിയുന്ന, അവന്റെ മാത്രം ദൃഷ്ടാന്തങ്ങളായി നമുക്ക് കാണാവുന്ന കാര്യങ്ങളാണ് അവൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇന്ന് നമ്മൾ വായിക്കുന്ന 23-ാമത്തെ ആയത്ത് അതിലേറ്റവും വലിയ ഉദാഹരണമാണ്. ആ ആയത്ത് ആദ്യം നമുക്ക് വായിച്ച് വിശദീകരിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സ്വാറ വൽ അഫ്ഇദ ഖലീലം മാ തശ്കുറൂൻ. ഖുൽ, നബിയെ പറയുക, ഹുവല്ലദീ അൻശഅകും, അവനല്ലയോ നിങ്ങളെ സൃഷ്ടിച്ചവൻ, വജഅല ലക്കും, നിങ്ങൾക്കവൻ ഉണ്ടാക്കിത്തന്നു, ഏർപ്പെടുത്തിത്തന്നു, അസ്സമഅ, കേൾവി, വൽ അബ്സ്വാറ, കാഴ്ചകളും, വൽ അഫ്ഇദ, ഹൃദയങ്ങളും, ഖലീലം മാ തശ്കുറൂൻ, അല്പം മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ. അപ്പൊ ഇവിടെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മനുഷ്യർക്കെല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യം, മനുഷ്യർക്കൊരു സൃഷ്ടാവുണ്ട് എന്നതാണ്.
ആ സൃഷ്ടാവിനെ അവൻ എന്തു പേരിൽ വിളിച്ചാലും അവനൊരു സൃഷ്ടാവുണ്ട് എന്നതൊരു വസ്തുതയാണ്. കാരണം വേറെ ആരെങ്കിലും അല്ല അവനെ സൃഷ്ടിച്ചുണ്ടാക്കിയത്. ഒരു കുഞ്ഞ് എങ്ങനെ വളർന്നു വരുന്നു എന്നതും എവിടെ അവൻ ജനിക്കുന്നു എന്നതുമൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണല്ലോ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നത്, അള്ളാഹുവിന്റെ ഈ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും പ്രവാചകനെ ധിക്കരിക്കുകയും ചെയ്യുന്ന മക്കായിലെ മുശ്രിക്കീങ്ങളോട്, ഖുൽ നബിയെ നിങ്ങൾ അവരോട് പറയുക. ഈ പറയുന്നത് യഥാർത്ഥത്തിൽ അവരോട് മാത്രമല്ല, ആ നിലപാട് സ്വീകരിക്കുന്ന മുഴുവൻ മനുഷ്യരോടുമാണ്. എന്താണ് പറയേണ്ടത്? ഹുവല്ലദീ അൻശഅക്കും, അവനല്ലയോ നിങ്ങളെ സൃഷ്ടിച്ചവൻ. ആ സൃഷ്ടിച്ചവനെ നിങ്ങൾ ഖാലിഖ് എന്നോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേര് പറഞ്ഞാലും നിങ്ങളെ സൃഷ്ടിച്ചവൻ അവനല്ലേ. അവിടെ പരിമിതപ്പെടുത്താതെ വീണ്ടും അള്ളാഹു പറയുന്നു, നിങ്ങളെ സൃഷ്ടിച്ചു എന്നത് മാത്രമല്ല, വജഅല ലക്കുമുസ് സമഅ വൽ അബ്സ്വാറ വൽ അഫ്ഇദ, മനുഷ്യന്റെ ഏറ്റവും വലിയ, അവന്റെ നിത്യജീവിതത്തിൽ അവൻ ഉപയോഗപ്പെടുത്തുന്ന, അവന്റെ ജീവിതം അതില്ലാതെ മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത വിധം അവൻ ആവശ്യമായ അല്ലെങ്കിൽ അത്യാവശ്യമായ അവന്റെ കേൾവിയും കാഴ്ചയും, അതിനേക്കാൾ ഉപരി അവന്റെ ഹൃദയം, ഇവയെല്ലാം അള്ളാഹു നിങ്ങൾക്ക് നൽകിയില്ലേ? അപ്പൊ നിങ്ങളെ അവൻ സൃഷ്ടിക്കുകയും ആ സൃഷ്ടിപ്പിനോടൊപ്പം ഈ പറയുന്ന അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് അവൻ നൽകുകയും ചെയ്തല്ലോ. ഇനി ഇതിലേതെങ്കിലും ഒരു അനുഗ്രഹം ആ സൃഷ്ടാവല്ലാത്ത ഏതെങ്കിലും വ്യക്തികൾക്കോ ശക്തികൾക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും സയൻസിന്റെ ഏതെങ്കിലും വിഭാഗങ്ങൾക്കോ ആർക്കും തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരാൻ സാധിക്കുകയില്ല. മനുഷ്യന്റെ മനസ്സിന് അല്ലെങ്കിൽ അവന്റെ ഹൃദയത്തെ അല്ലെങ്കിൽ അവന്റെ കാഴ്ചയെ അല്ലെങ്കിൽ അവന്റെ കേൾവിയെ. അപ്പൊ യഥാർത്ഥത്തിൽ ഇതെല്ലാം നിങ്ങളെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അള്ളാഹു നിങ്ങൾക്ക് ഏർപ്പെടുത്തി തന്ന വലിയ അനുഗ്രഹങ്ങളാണ്. അപ്പൊ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവനെ നിഷേധിക്കുന്ന സത്യനിഷേധികളോട് ഈ അനുഗ്രഹങ്ങളൊക്കെ അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചോദിക്കാൻ വേണ്ടി പറയുന്നത് ഖലീലമ്മാ തഷ്കുറൂൻ. എന്നിട്ട് ആ അനുഗ്രഹങ്ങളെല്ലാം നൽകി അള്ളാഹുവിനോട് നിങ്ങൾ നന്ദി കാണിക്കുന്നതിന് പകരം നിങ്ങൾ വേറെയുള്ളവരോടാണ് നന്ദി കാണിക്കുന്നത്, വേറെ ഉള്ളവരെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഒരായത്തിൽ സൂചിപ്പിച്ചുവല്ലോ, അള്ളാഹു എന്താണ് നിങ്ങളിൽ നിന്ന് മനുഷ്യരിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ജിന്നുകളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താ? നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ അവന് ആഹാരം നൽകണമെന്നോ നിങ്ങൾ അവനെ ഭക്ഷിപ്പിക്കണമെന്നൊന്നും അള്ളാഹു പറയുന്നില്ല. നിങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ ചെയ്തു തന്നതിന്റെ പേരിൽ ആ സൃഷ്ടാവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. സൂറത്തുൽ ബഖറയിൽ മനുഷ്യരോട് മുഴുവനായി അള്ളാഹു പറയുന്ന കാര്യം, യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും. പൊതുവായി ഖുർആൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളെ സൃഷ്ടിച്ചവനായ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. ഓരോ മനുഷ്യനോടും അവൻ സ്വന്തം ചോദിക്കുക, ആരാണ് എന്നെ സൃഷ്ടിച്ചത് എന്ന്. ആ സൃഷ്ടാവിനെ എന്തു പേര് പറഞ്ഞാലും ആ സൃഷ്ടാവായ ശക്തിയെ അവൻ ആരാധിക്കുവാനാണ് അള്ളാഹു മനുഷ്യരോട് പറയുന്നത്. ആ അള്ളാഹു ആണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന, അതുവഴി നിങ്ങൾ ആസ്വദിക്കുന്ന അനവധി അനുഗ്രഹങ്ങളുടെ ഉറവിടവും അവൻ തന്നെയാണ്. കാരണം അവനാണ് നിങ്ങൾക്കെല്ലാം ഉണ്ടാക്കി തന്നത്. നിങ്ങൾ നിങ്ങളുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ വളർന്നു വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കുണ്ടാക്കി തന്നവൻ അവനാണ്. അതിൽ നിങ്ങളുടെ കേൾവി, നിങ്ങളുടെ കാഴ്ച, നിങ്ങളുടെ ഹൃദയങ്ങൾ എന്നു മാത്രമല്ല വേറെയും നമ്മുടെ ശരീരത്തിലുള്ള എല്ലാം അവന്റെ സൃഷ്ടിപ്പിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഖുർആനിൽ ഈ പരാമർശിച്ചിട്ടുള്ള ഈ അനുഗ്രഹങ്ങളെല്ലാം മനുഷ്യനെ സംബന്ധിച്ച് ഒരു നിമിഷം അവൻ ചിന്തിക്കുമ്പോൾ അവന് മനസ്സിലാക്കാൻ കഴിയും. പലപ്പോഴും അത് ഇല്ലാതാകുമ്പോഴാണ് മനുഷ്യൻ ആ അനുഗ്രഹത്തിന്റെ വലിപ്പം മനസ്സിലാക്കുക.
കാഴ്ചയുള്ളവൻ, ജന്മനാ കാഴ്ചയുള്ളവന് അതിന്റെ ആ അനുഗ്രഹത്തിന്റെ വലിപ്പം ഒരുപക്ഷെ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കാഴ്ചക്ക് എന്തെങ്കിലും തകരാറ് സംഭവിക്കുമ്പോൾ അവൻ ആശങ്കയും ആവലാതിയും ഉണ്ടാകുന്നു. ഒരു കണ്ണ് പൂർണ്ണമായി നഷ്ടപ്പെടുമ്പോൾ അവൻ ദുഃഖിതനാകുന്നു. രണ്ട് കണ്ണും അവന് നഷ്ടപ്പെട്ട, രണ്ട് കാഴ്ചകളും അവന് നഷ്ടപ്പെട്ടാൽ അവൻ തീരാ ദുഃഖത്തിലേക്ക് വീഴുകയാണല്ലോ. പക്ഷെ ഈ രണ്ട് കണ്ണുകളെ കൊണ്ട് അവൻ കാണുകയും അവന് കേൾവി, അവനെല്ലാം കേൾക്കുകയും ചെയ്യുന്നല്ലോ. അതൊന്ന് തകരാറിലായിപ്പോയാൽ ആ അനുഗ്രഹത്തിന്റെ വില അവൻ അറിയാം. അവന്റെ ഹൃദയം, ആ ഹൃദയം ഒന്ന് തകരാറിലായാൽ, അതിന്റെ മിടിപ്പൊന്ന് നിലച്ചുപോയാൽ അവന്റെ ജീവിതം അവസാനിക്കുകയാണല്ലോ. പടച്ചവൻ അവിടെ എല്ലാ അവയവങ്ങളെയും കുറിച്ച് പറയാതെ 3 പ്രത്യേക അവയവങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അവന്റെ ഹൃദയമാണല്ലോ. ആ ഹൃദയം ഒന്ന് നിലച്ചുപോയാൽ അവൻ മരിച്ചുപോയല്ലോ. അപ്പൊ നിങ്ങൾ ജീവിക്കുന്ന, നിങ്ങളിവിടെ സൃഷ്ടിച്ചതും നിങ്ങൾക്ക് ആവശ്യമായി അനുഗ്രഹങ്ങളൊക്കെ നൽകിയത് അള്ളാഹു ആണല്ലോ. നിങ്ങൾ ഈ നിഷേധിക്കുമ്പോഴും നിങ്ങളുടെ ശരീരത്തിൽ അവൻ നൽകിയ കാഴ്ചയും കേൾവിയും അവൻ നൽകിയ ഹൃദയവുമുണ്ട്. ആ ഹൃദയം അവനൊന്ന് നിർത്തിക്കളഞ്ഞാൽ, അതിന്റെ ചലനമൊന്ന് നിലച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മരിച്ചു പോകില്ലേ? പിന്നെ എന്തുകൊണ്ട് അവയെല്ലാം നൽകിയ ആ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല? അതേപോലെ തന്നെ ഈ അനുഗ്രഹങ്ങളിൽ ആദ്യം പറഞ്ഞത് കേൾവിയാണ്. എന്തുകൊണ്ട് ആദ്യം കേൾവിയെക്കുറിച്ച് പറഞ്ഞു എന്നതിനെക്കുറിച്ച് മുഫസ്സിരീങ്ങൾ പല വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കുഞ്ഞ് മാതാവിന്റെ വയറ്റിൽ, അവന്റെ ഗർഭാശയത്തിൽ രൂപപ്പെട്ടു വരുമ്പോൾ തന്നെ ആ കുഞ്ഞിന് അള്ളാഹു ആദ്യം നൽകുന്ന കേൾവി അല്ലെങ്കിൽ കേൾവിശേഷിയാണ് എന്നതാണ് അതിന് കാരണം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതെല്ലാം ഖുർആനിന്റെ അത്ഭുതങ്ങളിൽ, അമാനുഷികതയിൽപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ചുരുക്കത്തിൽ ഈ 1-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, അവൻ നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കുകയും നിങ്ങൾക്ക് കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും നൽകുകയും ചെയ്തു. അഫലാ തസ്കുറൂൻ ഖലീലമ്മാ തസ്കുറൂൻ. പക്ഷെ നിങ്ങൾ കുറച്ച് മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ. മനുഷ്യനെ സംബന്ധിച്ച് ഈ ആയത്തുകളെയും അനുഗ്രഹങ്ങളെയും കുറിച്ച് ചിന്തിക്കുകയും എന്നിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കുന്ന ഒരു വചനമാണ് യഥാർത്ഥത്തിൽ ഇത്. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു പറയാട്ടോ, വീണ്ടും നബിയെ നിങ്ങൾ പറയുക. എന്താ പറയേണ്ടത്? ഖുൽ ഹുവല്ലദീ ദറഅകും ഫിൽ അർളി വഇലൈഹി തുഹ്ശറൂൻ. ഖുൽ ഹുവല്ലദീ ദറഅകും, അള്ളാഹു അവനല്ലയോ നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ, ഫിൽ അർളി ഭൂമിയിൽ, ഈ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഭൂമിയിൽ മനുഷ്യനെ വിന്യസിപ്പിച്ചവൻ അള്ളാഹുവാണ്. അത് മക്കയിലായാലും ലോകത്തിന്റെ ഏത് സ്ഥലങ്ങളിലാണെങ്കിലും എവിടെയും മനുഷ്യരെ വ്യാപിപ്പിച്ചവൻ അള്ളാഹുവാണ്. അപ്പൊ ഈ ഭൂമിയിൽ മനുഷ്യരെ വിന്യസിച്ചു അവൻ. ഇത് വിന്യസിച്ചു എന്ന് പറയുമ്പോൾ കേവലം മനുഷ്യരെ ഈ ഭൂമിയിലേക്ക് ഇറക്കി വിട്ടു എന്നതല്ല. ഭൂമിയെ സംബന്ധിച്ച് മനുഷ്യന് ആവശ്യമായതെല്ലാം ഈ ഭൂമിയിൽ സംവിധാനിച്ചതിന് ശേഷം ഈ ഭൂമിയിലേക്ക് അവനെ ഇറക്കി വിടുകയാണ്. മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ വെള്ളം, വായു, അതുപോലെ തന്നെ അവന്റെ ശ്വസനത്തിനാവശ്യമായ മരങ്ങൾ, അവന്റെ ജീവിതത്തിൽ ഊർജം നൽകുന്ന സൂര്യൻ, ഇതര നക്ഷത്രങ്ങൾ, അങ്ങനെയെല്ലാം ഈ ജീവിതം അവന് ജീവിക്കാൻ ആവശ്യമായ ഒരു രീതിയിൽ ഭൂമിയെ സംവിധാനിച്ച് അവന്റെ ഉപരിലോകത്ത് ഈ പറയുന്ന അനുഗ്രഹങ്ങളെല്ലാം നൽകി. എന്നിട്ടാണ് ആ മനുഷ്യന് ഈ ഭൂമി എന്ന് പറയുന്ന ഈ ഗ്രഹത്തിലേക്ക് അവനെ ഇറക്കി വിട്ടിരിക്കുന്നത്. ഖുൽ ഹുവല്ലദീ ദറഅകും ഫിൽ അർള്, ഈ ഭൂമിയിലേക്ക് ഭൂമിയിൽ അവനെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ വെറുതെ ഭൂമിയിലേക്ക് വിടുകയല്ല. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, വൽ അർള വദഅഹാ ലിൽ അനാം, മനുഷ്യർക്ക് വേണ്ടി ഈ ഭൂമിയെ അവൻ സ്ഥാപിച്ചിരിക്കുന്നു എന്ന്. സൂറത്തുർ റഹ്മാനിൽ 5-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, അവിടെ പറയുന്നത് ആ കാര്യമാണ്. വൽ അർള വദഅഹാ ലിൽ അനാം, സൃഷ്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യർക്ക് വേണ്ടി ഈ ഭൂമിയെ നാം സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ അറിയോ? അവയുടെ ജീവിതത്തിനാവശ്യമായ സർവ്വതും തയ്യാറാക്കിയതിന് ശേഷമാണ് ഈ മനുഷ്യരെ ഭൂമിയിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇറക്കിയിരിക്കുന്നത്.
അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ മനുഷ്യനെ സൃഷ്ടിക്കുകയും അവന് നൽകിയ അനുഗ്രഹങ്ങളെ വിശദീകരിക്കുകയും ചെയ്തു. അതിനുശേഷം അവനെ ഈ ഭൂമിയിലേക്ക് ഇറക്കി വിടുകയും ഭൂമി അവന് ജീവിക്കുവാൻ പാകപ്പെട്ട രൂപത്തിൽ സംവിധാനിക്കുകയും ചെയ്തല്ലോ. ഇതൊക്കെ പറഞ്ഞ് 2 ചെറിയ ആയത്തുകളിലാട്ടോ ഈ കാര്യങ്ങൾ മുഴുവനും അള്ളാഹു പറയുന്നത്. അത് ഖുർആനിന് മാത്രം കഴിയുന്ന ഒരു അമാനുഷികതയാണ്. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ മലയാളത്തിൽ 2 വരിയിൽ 4 വരിയിൽ എഴുതി തീർക്കാൻ, ഒരു ഖണ്ഡികയിൽ എഴുതി തീർക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. ആ 2 വരിയിൽ തന്നെ അവസാനം ഒരു കാര്യം കൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. വഇലൈഹി തുഹ്ശറൂൻ, അവനിലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും. അപ്പൊ ഈ ഭൂമിയിലേക്ക് നിങ്ങളെ പറഞ്ഞു വിട്ടു, അല്ലെങ്കിൽ ഭൂമിയിൽ നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കി എന്ന് പറയുമ്പോൾ കേവലം ഈ ഭൂമിയിൽ അവനെ സൃഷ്ടിച്ചുണ്ടാക്കുക മാത്രമല്ല, അതിനുശേഷം പറയുന്ന കാര്യം എന്താ അറിയോ? അവനിലേക്ക് നിങ്ങൾ മടക്കപ്പെടും എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ച് അവനിലേക്ക്, അള്ളാഹുവിലേക്ക് വീണ്ടും അവനെ ഒരുമിച്ച് കൂട്ടപ്പെടുക എന്ന് പറയുമ്പോൾ അതിനൊരു ലക്ഷ്യമുണ്ടല്ലോ. അതെന്താ? ഭൗതിക ജീവിതം എന്ന് പറയുന്നത് വൃഥാ ജീവിച്ചു തീർക്കാനുള്ളതല്ല. ഈ ലോക ജീവിതം എന്ന് പറയുന്നത് വെറുതെ അങ്ങ് ജീവിച്ചു തീർക്കാനുള്ളതല്ല. ഈ ഭൂമിയിലേക്ക് ആരാണോ അവനെ സൃഷ്ടിച്ചുണ്ടാക്കി, കേൾവിയും കാഴ്ചയും ഹൃദയങ്ങളും മറ്റനുഗ്രഹങ്ങളും നൽകി ഭൂമിയെ ജീവിക്കാൻ ആവശ്യമായ രൂപത്തിൽ പാകപ്പെടുത്തി സംവിധാനിച്ചു, ആ പടച്ചവൻ അവന് ചില നിയമങ്ങളും ചട്ടങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ചാണ് ഈ ഭൂമിയിൽ അവൻ ജീവിക്കേണ്ടത്. നമുക്കൊരു ഉപകരണം നമ്മൾ വാങ്ങിയാൽ ആ ഉപകരണം പ്രവർത്തിപ്പിക്കാൻ ഒരു കാറ്റലോഗ് നമ്മൾക്ക് കിട്ടും. അതനുസരിച്ചാണ് നമ്മളത് ഉപയോഗിക്കേണ്ടത്. അതെല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നിങ്ങളൊരു മൊബൈൽ വാങ്ങിയാൽ, നിങ്ങളൊരു വാഷിംഗ് മെഷീൻ വാങ്ങിയാൽ, നിങ്ങളൊരു ഫ്രിഡ്ജ് വാങ്ങിയാൽ അതിനൊക്കെ ഒരു കാറ്റലോഗ് ഉണ്ടാവും. അതനുസരിച്ചാണ് അത് പ്രവർത്തിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ അത് തകരാറിലാകും. അതേപോലെ തന്നെയാണ് നമ്മളെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചവൻ അള്ളാഹുവാണ്. അവനെ സംബന്ധിച്ച് അവൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന് മാർഗരേഖ എല്ലാ കാലഘട്ടങ്ങളിലും അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അവതരിപ്പിച്ചതിന്റെ കാരണം ഈ ഒരു ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. വഇലൈഹി തുഹ്ശറൂൻ, അവനിലേക്ക് നിങ്ങൾ മടക്കപ്പെടും എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യാം. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്ന കാര്യം എന്താണ്? ഈ കാര്യങ്ങളൊക്കെ അവരോട് പറയുമ്പോൾ നമുക്കറിയാം, ആ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരിഹാസപൂർവ്വം ചോദിച്ചിരുന്നു. ഇന്നും നിരീശ്വരവാദികളും എക്സ് മുസ്ലിങ്ങളും ഒക്കെ ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ പലവിധത്തിലുള്ള പരിഹാസങ്ങൾ ഉന്നയിക്കാറുണ്ടല്ലോ. അത് എല്ലാ കാലത്തുമുള്ള ഒരു കാര്യമാണ്. അങ്ങനെയുള്ള പരിഹാസങ്ങളെയും വെല്ലുവിളികളെയും ഒക്കെ തരണം ചെയ്തുകൊണ്ടാണ് ഇസ്ലാം ഇവിടെ എത്തിയത് എന്ന് പലരും ചിന്തിക്കാറില്ല. നബി തിരുമേനി കാര്യങ്ങളൊക്കെ അവരോട് പറയുമ്പോ അല്ലാഹുവിലേക്ക് നിങ്ങൾക്കൊരു മടക്കമുണ്ട് എന്നൊക്കെ പറയുമ്പോ അവര് ചോദിച്ചിരുന്നു, വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ. ആ ആളുകള് എല്ലാ കാലത്തും പ്രവാചകന്മാരോട് ആളുകൾ ചോദിച്ചൊരു കാര്യം എന്താ ചോദിച്ചത്? വയഖൂലൂന, അവർ ചോദിക്കുമായിരുന്നു, പറയുമായിരുന്നു, മതാ ഹാദൽ വഅദ്, നിങ്ങൾ ഈ പറയുന്ന വാഗ്ദത്തമായ സംഭവം. ഈ വാഗ്ദത്തം എന്ന് പറയുമ്പോൾ അന്ത്യനാള്, പുനരുദ്ധാനം, അതുപോലെ തന്നെ അവിടെയുള്ള രക്ഷാശിക്ഷകൾ, അങ്ങനെയുള്ള എല്ലാം കൂടെ അടങ്ങിയ ആ അന്ത്യദിനം അല്ലെങ്കിൽ ആ വാഗ്ദത്തം എപ്പോഴാണ് സംഭവിക്കുക? നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ അതൊന്ന് പറഞ്ഞു തരുമോ എന്ന് അവർ എല്ലാ കാലഘട്ടത്തിലും പ്രവാചകന്മാരോട് ചോദിച്ചിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അവർ ചോദിച്ചു. യഥാർത്ഥത്തിൽ അതറിയാൻ വേണ്ടി ചോദിക്കല്ല അവര്. ഖുർആന്റെ മുഫസ്സിരീങ്ങൾ പറയാട്ടോ, അതായത് അവരെ അറിയാൻ വേണ്ടി ചോദിക്കല്ല, മരിച്ച് അതിനെ പരിഹസിക്കാൻ, അതൊരു വെല്ലുവിളിയായി അല്ലെങ്കിൽ അതിനെ പരിഹസിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. അപ്പോ അന്ത്യനാള് അതെന്നാണ്, അല്ലെങ്കിൽ അത് അറിഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ വേണ്ടി അല്ല, അതിനവർ തയ്യാറുമല്ല. പക്ഷേ പരിഹാസത്തോടെയുള്ള ഈ ചോദ്യങ്ങൾക്ക് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ അള്ളാഹു പല രൂപത്തിലാണ് മറുപടി പറഞ്ഞിട്ടുള്ളത്. ആ പല രൂപത്തിൽ പറഞ്ഞ മറുപടികളുടെ എല്ലാ ആശയങ്ങളെല്ലാം ഒന്നു തന്നെയാണ്. ആ മറുപടികളിൽ 2-3 നിങ്ങൾക്കിവിടെ ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന ഈ ഖുർആനിന്റെ നോട്ടിൽ ഞാൻ അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു കാര്യം സൂറത്ത് അംബിയായിൽ 40-ാമത്തെ ആയത്തിലുള്ളതാണ്. അതിൽ അള്ളാഹു മറുപടി നൽകുന്നത് അത് പെട്ടെന്നായിരിക്കും അന്ത്യസമയം അവർക്ക് വന്നെത്തുന്നത്.
അങ്ങനെ അതവരെ അമ്പരപ്പിച്ചു കളയും. അതിനെ തടുത്തു നിർത്താൻ അവർക്ക് സാധിക്കുകയില്ല, അവർക്ക് ഇടകൊടുക്കപ്പെടുകയുമില്ല. ഇതാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ അത് വളരെ പെട്ടെന്നായിരിക്കും എന്നവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് കാണുമ്പോൾ അവര് അത്ഭുതപ്പെട്ടു പോകും, ആശ്ചര്യപ്പെട്ടു പോകും. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് എന്താ അറിയോ? മായൻദുറൂന ഇല്ലാ സ്വൈഹത്തൻ വാഹിദ തഖുദുഹും വഹും യഖ്സിമൂൻ. സൂറത്ത് യാസീനിൽ അള്ളാഹു പറയാ, അന്ത്യസമയത്ത് ഒരൊറ്റ ഘോര ശബ്ദം മാത്രമായിരിക്കും അത്. അവർ അന്യോന്യം തർക്കിച്ചുകൊണ്ടിരിക്കെ അവരെ ആ മരണം അല്ലെങ്കിൽ അന്ത്യദിനം അവരെ പിടികൂടും എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ അള്ളാഹു പറയുന്ന ഒരു കാര്യം എന്താ അറിയോ? ഒരു ഓർക്കാപ്പുറത്ത് അല്ലെങ്കിൽ അത് പെട്ടെന്നായിരിക്കും സംഭവിക്കുക. അപ്പൊ മനുഷ്യന് ഒന്നിനും സമയം ലഭിക്കുകയില്ല. എന്തെങ്കിലും ഒരാളോട് ഒരു കാര്യം പറയാൻ, വേറെ ഒരാളൊന്ന് വിളിക്കാൻ, ഒന്ന് പറയാൻ ഇല്ല. ആർക്കും ഒന്നിനും സമയം കിട്ടാത്ത രൂപത്തിൽ വളരെ പെട്ടെന്നായിരിക്കും അത് സംഭവിക്കുക എന്ന് അല്ലാഹു പറയുന്നു. സൂറത്ത് അൻ-നഹ്ലിൽ മറ്റൊരു രീതിയിലാണ് മറുപടി. വൽ അർള വമാ അംറുസ്സാഅതി ഇല്ലാ കലംഹിൽ ബസർ. ഖുർആൻ പറയാ, ഈ അന്ത്യദിനം എന്ന് പറയുന്നത് കണ്ണ് ഇമ വെട്ടുന്നത് പോലെ അത്രമാത്രമായിരിക്കും, അത്രയും വേഗത്തിലായിരിക്കും. അല്ല, അതിനേക്കാൾ വേഗത കൂടിയതായിരിക്കും എന്നും അതിന് ശേഷം പറയുന്നുണ്ട്. ഈ പറഞ്ഞതിൽ നിന്നൊക്കെ എന്താ അറിയോ? അന്ത്യദിനം അതിന്റെ ഡേറ്റ് പറയല്ല, മറിച്ച് അത് പെട്ടെന്ന് സംഭവിക്കും, അത് വളരെ അടുത്ത് തന്നെ ആയിരിക്കും എന്ന് മനുഷ്യനെ തെര്യപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ അതിന്റെ ദിവസം അറിയുകയല്ല മനുഷ്യൻ ചെയ്യേണ്ടത്, അതിനുവേണ്ടി തയ്യാറെടുക്കുകയാണ്. അതാണ് അവരുടെ ഈ അന്ത്യദിനം എപ്പോഴാണ് എന്ന പരിഹാസത്തോടെയുള്ള ചോദ്യങ്ങൾക്ക് അള്ളാഹു നൽകിയ മറുപടി. വീണ്ടും അള്ളാഹു പറയാത്ത അടുത്ത ആയത്തിൽ 26-ാമത്തെ ആയത്ത്, ഖുൽ ഇന്നമൽ ഇൽമു ഇൻദല്ലാഹി വ ഇന്നമാ അന നദീറും മുബീൻ. ഖുൽ, നബിയെ പറയുക, ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ്, ആ അന്ത്യദിനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള അറിവ് അള്ളാഹുവിന്റെ അടുക്കൽ മാത്രമാണ്. വ ഇന്നമാ അന നദീറും മുബീൻ, ഞാൻ എന്ന് പറഞ്ഞ ഒരു നബിയാണ്, അള്ളാഹുവിന്റെ ദൂതൻ മാത്രമാണ്. എനിക്ക് ഉള്ള ബാധ്യത ഞാനൊരു താക്കീത്, വ്യക്തമായ താക്കീത് നൽകുക എന്നുള്ളതാണ്. അതുകൊണ്ട് നബിയെ നിങ്ങൾ പറയുക, അന്ത്യദിനവുമായി ബന്ധപ്പെട്ട കൃത്യമായ അറിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അവന്റെ പ്രവാചകന് പോലും അതിനെക്കുറിച്ച് അവൻ അറിയിച്ചു കൊടുത്തിട്ടില്ല. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഇന്നമാന നദീറും മുബീൻ, ഞാൻ വ്യക്തമായൊരു താക്കീതുകാരൻ. ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് മനുഷ്യരെ ഉത്ബോധിപ്പിക്കുകയും താക്കീത് നൽകുകയും ചെയ്യുക എന്നതാണ് എന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്വം എന്ന് പറയാൻ വേണ്ടി അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഇതാണ് യഥാർത്ഥത്തിൽ അന്ത്യദിനവുമായി ബന്ധപ്പെട്ട് നബി തിരുമേനിക്ക് പോലും അറിയില്ല അതെപ്പോഴാണ് സംഭവിക്കുക എന്ന്. പക്ഷെ അവരിങ്ങനെ എല്ലാ പ്രവാചകന്മാരോടും ഓരോ കാലഘട്ടത്തിലെയും ആളുകൾ ചോദിച്ചിരുന്നു, നിങ്ങൾ പറയുന്ന ദിനം എന്നാണ്, അതൊന്ന് കാണട്ടെ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ അതൊന്ന് കാണട്ടെ എന്ന്. ഇതൊരു വെല്ലുവിളിയോ പരിഹാസമോ ആയ രൂപത്തിൽ അവർ ചോദിക്കാം. അതറിഞ്ഞാൽ വിശ്വസിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അവർ നിഷേധത്തിൽ തന്നെ ഉറച്ചു നിൽക്കും. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹാ. നബിയോട് അള്ളാഹു പറയാട്ടോ, നബിയെ എപ്പോഴാണ് അന്ത്യദിനം എന്ന് അവർ നിന്നോട് ചോദിക്കും. ഖുൽ, അപ്പൊ നീ പറയേണ്ടത് എന്താ അറിയോ? ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി, അതിനെക്കുറിച്ചുള്ള അറിവ് എന്റെ റബ്ബിന് മാത്രമാണ് എന്ന് പറഞ്ഞാൽ മതി. ലാ യുജല്ലിഹാ ലി വഖ്തിഹാ, അത് അതിന്റെ കൃത്യമായ സമയത്ത് തന്നെ വെളിപ്പെടുന്നതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ കൃത്യമായ സമയത്ത് സംഭവിക്കും. അപ്പൊ നബിയോട് അള്ളാഹു പറഞ്ഞു കൊടുക്കണേ, ആളുകൾ ഇങ്ങനെ ചോദിക്കും എപ്പോഴാ അന്ത്യദിനം, നീ അതിനെക്കുറിച്ച് ഇങ്ങനെ സ്വാഭാവികമായി മുന്നറിയിപ്പ് നൽകുമ്പോൾ നിങ്ങളുടെ മരണശേഷം അങ്ങനെ ഒരു ജീവിതമുണ്ട്, അവിടെ വിചാരണ ഉണ്ട്, ഉയർത്തെഴുന്നേൽപ്പുണ്ട്, ഇതൊക്കെ പറയുമ്പോൾ ആ ദിനം എന്നാണ് എന്ന് അവർ സ്വാഭാവികമായും ചോദിക്കും. പക്ഷെ സ്വാഭാവികമായ ചോദ്യമല്ല നിഷേധികൾ ചോദിച്ചത്. സ്വാഭാവികമായ ചോദ്യം ചോദിച്ച ആളുകൾക്ക് നബി അതിന്റെ കൃത്യമായ മറുപടി കൊടുത്തു. അത് എന്ന് എന്നതിനേക്കാൾ അന്നേക്ക് വേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നതാണ് അങ്ങനെ സ്വാഭാവിക ചോദ്യം ചോദിച്ച സഹാബത്തിന് നബി കൊടുത്ത മറുപടി. എന്നാണെന്ന് ചോദിച്ചപ്പോ നബി തിരുമേനി പറഞ്ഞു കൊടുത്തു അതിന്റെ ചില അടയാളങ്ങൾ. പിന്നെ നബി തിരുമേനി ചോദിച്ചു തിരിച്ചു ചോദ്യം, അന്നേക്ക് വേണ്ടി എന്താ നീ ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന്. എന്നാൽ സത്യനിഷേധികളുടെ ചോദ്യം എന്താ? അത് പരിഹാസത്തിന്റെ ചോദ്യമാണ്. അപ്പൊ ആ സത്യനിഷേധികളോട് അള്ളാഹു പറയുന്ന ഒരു കാര്യം എന്താ അറിയോ? അത് എന്ന് എന്നതിനേക്കാൾ ആ ദിവസം എപ്പോഴാണ്
അത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. നബി തിരുമേനിക്ക് പോലും അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്ത്യദിനത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അള്ളാഹു അറിയിച്ചു കൊടുക്കാത്തൊരു കാര്യമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ദിവസത്തിനു വേണ്ടി എന്താണ് താൻ ചെയ്യേണ്ടത് എന്ന് ഗൗരവപൂർവം ആലോചിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഈ ആയത്തുകളിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. പക്ഷെ അത് സംഭവിക്കുമ്പോൾ അവർക്കൊന്നിനും സമയം കിട്ടില്ല എന്ന് നേരത്തെ പല ആയത്തുകളിലായി അള്ളാഹു ഓർമ്മപ്പെടുത്തിയല്ലോ. വീണ്ടും അള്ളാഹു പറയട്ടോ, ആ അന്ത്യദിനം സംഭവിക്കും എന്നുള്ളൊരു കാര്യം തീർച്ചയാണ്. അത് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം അള്ളാഹു മുൻകൂട്ടി നമ്മൾക്ക് പറഞ്ഞു തരിക. ഒരു ഭൂതകാല ക്രിയയിലാണ് ഇനിയുള്ള കാര്യം പറയുന്നത്. ആ ഒരു ആയത്തും കൂടിയാണ് ഇന്ന് നമ്മൾക്ക് വിശദീകരിക്കാനുള്ളത്. ആ ആയത്തിൽ എന്താ പറയുന്നത് അറിയോ? فَلَمَّا رَأَوْهُ زُلْفَةً سِيئَتْ وُجُوهُ الَّذِينَ كَفَرُوا وَقِيلَ هَذَا الَّذِي كُنْتُمْ بِهِ تَدَّعُونَ. അള്ളാഹു പറയാണ്, فَلَمَّا رَأَوْهُ زُلْفَةً, അവർ അതിനെ കാണുമ്പോൾ, അവർ ആ അന്ത്യദിനത്തെ കാണുമ്പോൾ, സുൽഫത്തൻ സമീപസ്ഥമായി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അത് സംഭവിക്കുന്നതായി കാണുമ്പോൾ എന്താ സംഭവിക്കുക? സീഅത്ത് വജൂഹുല്ലദീന കഫറൂ, അവിശ്വാസികളുടെ മുഖം മ്ലാനതയിലാകും. കാരണം എന്താ? ഒന്നും സാധാരണ നമ്മൾ പറയുന്ന പല വാക്കുകളുണ്ടല്ലോ, ഒരാളുകളും ഒന്നും പറയാൻ പറ്റാത്ത ഒരു വളരെ നിന്ദ്യമായ അവസ്ഥയിലാകുമ്പം അവന്റെ മുഖം മ്ലാനമാകും. അതേപോലെ അവർ ഇതുവരെ നിഷേധിച്ചിരുന്ന ഒരു കാര്യം അത് അവർ നേരിട്ട് കാണുമ്പോൾ അവരാകെ മ്ലാനതയിൽ അകപ്പെട്ടു പോകും എന്ന് മാത്രമല്ല, വഖീല ഹാദല്ലദീ കുൻതും ബിഹി തദ്ദഊൻ, ഇതാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന, എവിടെ എപ്പോൾ സംഭവിക്കുമെന്നൊക്കെ നിങ്ങൾ വാദിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ആ കാര്യം ഇതാണ് എന്നവരോട് പറയപ്പോൾ. അപ്പൊ നിങ്ങൾ തർക്കിച്ചിരുന്ന, നിങ്ങൾ പരിഹസിച്ചിരുന്ന ആ യാഥാർത്ഥ്യം ഇതാ സംഭവിച്ചിരിക്കുന്നു എന്ന്. അപ്പൊ ചുരുക്കത്തിൽ ഇതൊരു സത്യമാണ് എന്ന് ഈ പറഞ്ഞ ആ കാര്യങ്ങളിലൂടെ അള്ളാഹു മനുഷ്യരെ ബോധ്യപ്പെടുത്തുകയാണ്. അത് വിശ്വസിക്കാൻ ആവശ്യമായ തെളിവുകളാണ്, അല്ലെങ്കിൽ അതിന് വിശ്വസിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ അതിന്റെ മുമ്പ് വിശദീകരിച്ചു. അവൻ നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കി, നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും നിങ്ങൾക്ക് ഹൃദയങ്ങളും നൽകി, മാത്രമല്ല നിങ്ങളെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി. അതോടൊപ്പം നിങ്ങൾ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം എന്താ അറിയോ? ഇവിടെ നിങ്ങൾ ശാശ്വതരല്ല, വൈലേഹി തുഷറൂൻ, നിങ്ങൾ അവനിലേക്ക് മടക്കപ്പെടും എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തി. അപ്പൊ ഇവിടെയുള്ള ജീവിതം അത് വെറുതെ ജീവിച്ചു തീർക്കാനുള്ളതല്ല, അതിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ജീവിതം ചില ക്രമപ്രകാരമായിരിക്കണം, അത് അവന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കണം എന്നതാണ് ആ മടങ്ങിപ്പോക്ക് വിജയിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. ഇതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹു അന്ത്യദിനത്തിൽ വിശ്വസിക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മപ്പെടുത്തുന്നത്. തീർച്ചയായും എല്ലാ കാലഘട്ടത്തിലുമുള്ള ആളുകൾക്ക് വിശ്വസിക്കാൻ ആവശ്യമായ രൂപത്തിൽ വളരെ വ്യക്തമായിട്ടാണ് ഈ കാര്യങ്ങൾ അള്ളാഹു മനുഷ്യർക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ചിന്തിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കുകയും അള്ളാഹുവിലേക്ക് എത്തിപ്പെടുകയും അവനിൽ വിശ്വസിച്ച് അവനെ മാത്രം ആരാധിച്ച് ജീവിക്കുകയും ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.